എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പം ഉണ്ടാക്കാൻ പോവാണ്. അമ്മയ്ക്ക് ഒട്ടും വയ്യ, അതും കൂടെ പറയാം. അപ്പൊ അതാണ് ഇന്ന് ഇന്റർവ്യൂ ഒക്കെ പറയാനായിട്ട് ഞാനും കൂടെ കൂടെ വന്നിരിക്കുന്നത്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അമ്മയ്ക്കൊരു ജലദോഷം വന്നു. ജലദോഷം ഓക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ അതിന്റെ കൂടെ ചുമയും കൂടെ വന്നു അല്ലേ? അമ്മയുടെ പ്രശ്നം വെച്ചാൽ അമ്മയ്ക്ക് ശ്വാസം മുട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ ചുമ വരുമ്പോഴത്തേക്ക് അമ്മ ആകെ അങ്ങ് അവശതയായി പോയി. അപ്പൊ അമ്മ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇന്നിപ്പൊ ഞങ്ങള് ചെയ്യാൻ പോകുന്ന നല്ലൊരു കള്ളപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് എല്ലാ ദിവസവും ഞാനോട് കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് അമ്മ കുക്കിംഗ് ചെയ്യുന്നത് അല്ലെ, പാചകം ചെയ്യുന്നത്. അപ്പൊ ചിലരൊക്കെ വിചാരിക്കും അയ്യോ അമ്മ പാചകം ചെയ്യുന്നു, ഞാൻ എന്തിനാ പറയണം. പക്ഷെ മിക്കവാറും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും ഞാനും കൂടെ കൂടിയാണ് ചെയ്യുന്നത് പാചകമൊക്കെ അല്ലേ. അപ്പം അമ്മയ്ക്ക് ഇച്ചിരി ഹെൽപ്പൊക്കെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് കള്ളപ്പം ഉണ്ടാക്കാന്ന് ചോദിച്ചു. കാരണം ഇച്ചിരി മാവ് അരച്ചു വെക്കണം. ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഇപ്പൊ ചോറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ, സാധാരണ ദോശ കഴിഞ്ഞ ദിവസമൊക്കെ ദോശമാവ് ഉണ്ടാകും അല്ലേ? അപ്പൊ പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ഭയങ്കര അബദ്ധം പറ്റി. ഇന്നലെ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ ആശുപത്രിയിൽ പോയി. വെളുപ്പിന് എനിക്ക് പെട്ടെന്ന് ചുമ കൂടിപ്പോയി. അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് മരുന്നൊക്കെ തന്ന് ഗുളിയൊക്കെ തന്ന് ഒരു 10 മണിയായപ്പോഴത്തേക്ക് ഗുളിക കഴിച്ചൊരു 10 മണിയായപ്പോഴത്തേക്ക് എന്റെ 2 കാലും പാദം മരച്ചു. പക്ഷെ തള്ളവരുടെ മാത്രം ഒരു കുഴപ്പമില്ല. ബാക്കി 8 വെള്ളം അകത്തോട്ട് കൂനിയിട്ട് എനിക്ക് നടക്കൂല്ലേ, ഭയങ്കര നിലവിളിച്ചിട്ട്. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു. നമുക്ക് അറിഞ്ഞു, പക്ഷെ ഞാനിവിടെ ഇല്ല, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ എന്നിട്ട് അപ്പൊ വേറൊരാൾ അമ്മനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ദേവമാത ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്ന് പിന്നെ അതിന് വേറെ മരുന്നൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് അല്ലേ, ഗ്ലൂക്കോസൊക്കെ കയറ്റി അങ്ങനെ വന്നു. അപ്പൊ ഇന്നിപ്പോ എന്താണെങ്കിലും ഞങ്ങളിത് കള്ളപ്പം ഉണ്ടാക്കാൻ പോകണം. അപ്പൊ കള്ളപ്പം ഉണ്ടാക്കണം നിങ്ങളെ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യൽ കള്ളപ്പാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്കും കള്ളൊഴിച്ചാണ് ഉണ്ടാക്കണം അല്ലേ? ഈസ്റ്റ് അല്ല, കള്ളൊഴിച്ചുള്ള കള്ളപ്പാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് പെട്ടെന്ന് ഞങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ കള്ളപ്പം ഉണ്ടാക്കാനുള്ള അരി ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ. ഇത് നമ്മുടെ പച്ചരിയാണ്. ഇത് നമുക്ക് കുത്തരിയിലും ഉണ്ടാക്കാം അല്ലേ? കുത്തരി മീൻസ് ഉണക്കലരി അല്ലേ? ആ ഉണക്കലരിയിലും നമ്മൾ ഉണ്ടാക്കും കേട്ടോ. അപ്പൊ അതല്ല, ഇത് നമ്മുടെ സാധാ പച്ചരി അല്ലേ എടുത്തിട്ടുണ്ട്. ഇത് എത്ര ഗ്ലാസ് അരി ഉണ്ടമ്മേ? 2.5 ഗ്ലാസ് അരിയുണ്ട്. അപ്പൊ ഇത് എത്ര സമയം വെള്ളത്തിലിട്ടു? ഇത് കുതിർത്ത് 12. ഇപ്പൊ സമയം ഒരു 7:30 കഴിഞ്ഞു അല്ലെ? അപ്പൊ അത്രയും സമയം 12:30 മുതൽ 7 അത്രയും സമയമാണ് ഇത് വെള്ളത്തിലിട്ടത്. അത് ഇത്രയും സമയം കിടന്നതെന്ന് വെച്ചാൽ ഞാൻ വരാൻ താമസിച്ചുണ്ട് അല്ലെ? അല്ലെങ്കിൽ പണ്ട് ഇത് അമ്മ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ വരാൻ താമസിച്ചു എന്ന് വെച്ചാൽ കള്ള് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കള്ളാണ്. ഇത് കറക്റ്റ് 1 ഗ്ലാസ് കള്ളാണ് കേട്ടോ ഇത്. അപ്പൊ ആ കള്ളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മൊത്തം വേണ്ടായിരിക്കുമോ? ആണല്ലേ? ഓക്കെ. അപ്പൊ കള്ള അവിടെ ഇരിക്കട്ടെ. നമ്മുടെ അരി ഇവിടെ ഉണ്ട്. അപ്പൊ അരി നമുക്കൊരു കാര്യം നന്നിട്ട് കഴുകി വാരി അരയ്ക്കാനായിട്ട് കൊടുക്കണം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാണിക്കാം. ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ ഇന്ന് രാത്രിയിൽ കറി വെക്കാനായിട്ട് എടുത്തു വെച്ചേക്കണം കേട്ടോ. അതവിടെ മാറിയിരിക്കട്ടെ. അതല്ലാതെ ഇതാണ് കാണിക്കാൻ വന്ന സാധനം. ഇതെന്ന് വെച്ചാൽ തേങ്ങയാണ്, ഒരു ചെറിയ തേങ്ങ അല്ലെ, ഒരിടത്തരം തേങ്ങ ഫുള്ളുണ്ട്. രുചി അല്ലേ? അപ്പൊ നിങ്ങൾ തേങ്ങ എടുക്കുമ്പോ എന്ത് ചെയ്യണം എന്നറിയാവോ? നല്ല മഞ്ഞത്തൊണ്ടൊക്കെയുള്ള പച്ചക്കിരിക്കുന്ന തേങ്ങ വേണം കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. അതെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോ ഉണക്ക തേങ്ങ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതാണ് എടുത്തത്. അപ്പൊ അരി ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് രണ്ടും ഇതൊന്ന് കഴുകി ആദ്യം എടുക്കാം. ഓക്കെ. അങ്ങനെ നമ്മളുടെ അരി തേനി നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് വെള്ളം നന്നായിട്ട് കഴുകി വാരിയിട്ട് വേറെ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് അതിൽ നിന്നാണ് ഇങ്ങനെ വാരി ഇതിലേക്ക് ഇടുന്നത്. കുറച്ചിടാം, എന്നിട്ട് കുറച്ചരിയുമ്പോ തേങ്ങ ഇടണം അല്ലേ? അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം അല്ല കേട്ടോ ഒഴിക്കുന്നത്, പകരം കള്ളൊഴിച്ചാണ് അരയ്ക്കുന്നത്. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ വെള്ളം കൂടി പോകും, പിന്നെ കള്ളൊഴിക്കാം. പണ്ടൊക്കെ നമ്മൾ അരി ഇടിച്ച് പൊടിച്ച് അരിപ്പൊടിക്കാത്ത കുഴക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ അരയ്ക്കുന്നതായിട്ട് വെള്ളം ഒഴിച്ചരച്ചാൽ പിന്നെ കള്ളൊഴിക്കാൻ ഒക്കില്ല, ഒത്തിരി വെള്ളമായി പോകും. അപ്പൊ നമ്മളിങ്ങനെ അരി അരച്ച് അരിക്കകത്ത് കുറച്ച് കള്ളൊഴിച്ചാൽ മതി അരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ അരി ഒന്ന് അരയ്ക്കാം. നമ്മുടെ മാവ് ഒരു അരക്കല് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ മൊത്തം അരഞ്ഞില്ല, ഒരു 1/4 അരയിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ഇടാം നമുക്ക്. മൊത്തം തേങ്ങ ഒന്നിച്ചല്ല, ഓരോ ജാറ് നമ്മൾ അരയ്ക്കുമ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കും. അതിനോട് വേറെ കുറച്ച് സാധനം കൂടെ ഞാൻ കാണിച്ചു തരാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, നമ്മളുടെ കുറച്ച് ജീരകമുണ്ട്, സാദാ ജീരകം. അതോടൊപ്പം തന്നെ ഒരു 2 വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. 2 ചുള വെളുത്തുള്ളി. എന്താ നമ്മൾ പറയണേന്?
2 അല്ലി അല്ലെ, 2 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ കുറച്ചത് ഇത്രയും ഒരു 4 ഇത് കൂട്ടം നമ്മുടെ ചുമന്നുള്ളി ഉണ്ട്. ഈ ചുമന്നുള്ളി അരിഞ്ഞതെന്ന് അപ്പത്തിന് നല്ല മയം കിട്ടും അല്ലെ. അപ്പൊ ഇതും എന്താ ചെയ്യണം, ഇത് മൊത്തവും കൂടെ ഒന്നിച്ചിടുമല്ലോ. ഓരോ ജാറും നമ്മൾ അരയ്ക്കുമ്പോ ഇത് കുറച്ച് അതിന്റെ അകത്ത് ചേർത്ത് കൊടുക്കും അല്ലെ, ഓരോന്നിലും. അപ്പൊ അത് അങ്ങനെ നമ്മള് അതിന്റെ അകത്തേക്ക് നമ്മൾ കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. ഒരു 2 ജാർ അരയ്ക്കാനുള്ള ഉള്ളൂ അല്ലേ നമുക്ക്. അപ്പൊ നമുക്ക് ഇച്ചിരി കള്ളും കൂടെ ഒഴിക്കാം വീണ്ടും അല്ലേ. 2 ജാറിനുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോകണേ. നമ്മൾ വീണ്ടും രണ്ടാമത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതെ, നല്ല പോലെ അരഞ്ഞു. അപ്പൊ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് എന്താണെന്നറിയാവോ, നമ്മൾ ഇനി ഒരു വലിയൊരു സ്റ്റീലിന്റെ കലാണ് എടുക്കുന്നത്. അപ്പൊ വലിയ കലത്തിൽ ഒഴിക്കുവാണെങ്കിൽ പൊങ്ങി അങ്ങ് പുറത്തേക്ക് തൂവാതിരിക്കാനാണ് വലിയ കല എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വലിയ കലത്തിന്റെ അകത്തേക്ക് നമ്മൾ ഇനി ഒത്തിരി വലുതൊന്നും വേണ്ട. ഈ ഇത് കണ്ടു, ഇത്രയേ ഉള്ളൂ അടി പറ്റാനായിട്ട് ഇതിന്റെ അകത്ത് ഒരു ജാറ്. അപ്പൊ കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ളൂ കേട്ടോ. അത്യാവശ്യം ഈ ഒരു വലിപ്പമുള്ള ഒരു കലാണ് എടുത്ത്. ഒത്തിരി വലിപ്പമൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മൾ അടുത്ത ജാറ് രണ്ടാമത്തെ ഇതും കൂടെ നമ്മളിത് അരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇത് ഇപ്പൊ തന്നെ ഈ മാവ് നമ്മളിങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അതിന് ആ ഒരു കള്ളപ്പത്തിന്റെ മണവും രുചിയൊക്കെ ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മളുടെ കള്ളപ്പത്തിന്റെ ആ ഒരു വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ജീരകവും ചേരുമ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റ്. അതോടൊപ്പം തന്നെ കള്ള് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറും കൂടെ വരും. നമ്മൾ ഈസ്റ്റ് ഇട്ടുണ്ടാക്കിയ ആ ഒരു ഫ്ലേവർ അല്ല നമുക്ക് ഇതിന് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ ആദ്യം അരച്ചതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത് വീണ്ടും അരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് ബാക്കി അരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നമ്മൾ ബാക്കി വന്ന നമ്മുടെ 1 ഗ്ലാസ് കള്ളിന്റെ അകത്ത് പകുതി നമ്മൾ ആദ്യത്തിൽ അരച്ചു, ബാക്കി പകുതിയും കൂടെ നമ്മൾ ഇതിന്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഇനി എന്താ ചേർക്കണം, നമ്മുടെ തേങ്ങ നമ്മൾ അരയ്ക്കണം, നമ്മളുടെ ഉള്ളി സാധനങ്ങളൊക്കെ ഇടണം. അത് പക്ഷേ നമ്മൾ ഈ ഒരു അരി ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം ഇടത്തുള്ളൂ. പക്ഷെ നമ്മൾ 1 ഗ്ലാസ് കള്ളേ ആകെ ചേർക്കുന്നുള്ളൂ. ഒത്തിരി കള്ളായാലും കള്ളിന്റെ വേറൊരു ടേസ്റ്റിലേക്ക് മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് 1 ഗ്ലാസ് തന്നെ ഒഴിച്ചു. പക്ഷെ ഇനി ഇത് അരയ്ക്കാനുള്ള വെള്ളത്തിന് നമ്മൾ ചേർക്കുന്നത് എന്താ, പച്ചവെള്ളം ഒഴിക്കുക, സാധാ വെള്ളം അല്ലെ. അപ്പൊ അത് നിങ്ങൾ 1 ഗ്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നിങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്ത് വെള്ളം ഒഴിച്ച് ബാലൻസ് ചെയ്ത് വേണം അരയ്ക്കാനായിട്ട്. നമ്മൾ ഇതൊരു അരമുക്കാൽ അരക്കര അരച്ചതിന് ശേഷം ഇനി നമ്മൾ തേങ്ങ ചേർക്കാൻ പോവാണ് അല്ലേ. മൊത്തം തേങ്ങയും ബാക്കി ചേർക്കണം ഇതിന്റെ അകത്തേക്ക്. തോന്നുന്നില്ല. ഇനിയും വേറെ കുറച്ച് സാധനം അരയ്ക്കാനുണ്ട് കേട്ടോ. അതിന്റെ കൂടെ നമ്മൾ ബാക്കി സാധനങ്ങളെ നമ്മൾ അരയ്ക്കുവേ. അപ്പൊ ഇതിന്റെ അരി ഇപ്പൊ അരച്ച് തീർന്നെങ്കിലും ഇനിയും ഇതിന്റെ ഇതിന് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി വേറെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അതും കൂടെ കാണാം. പിന്നെ ബാക്കി നമ്മൾ വെളുത്തുള്ളി, ചുമന്നുള്ളി, ജീരകം, അത് മൊത്തം നമ്മൾ ഇതിന്റെ അകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും. ഇനി നമ്മൾ നന്നായിട്ട് വീണ്ടും ഇത് അരച്ചെടുക്കാൻ പോവാം. അതെ, നമ്മൾ രണ്ടാമത്തെ ജാറും അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാമല്ലേ. അപ്പൊ ഇതും കൂടെ നമ്മളത് ഈ ഒരു കലത്തിലേക്ക് നമ്മളിത് ഒഴിക്കുവാണ് കേട്ടോ. ഇതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് അരയ്ക്കാൻ പോണത് എന്താണെന്നറിയാം, 1 കപ്പ് ചോറാണ് കേട്ടോ. അപ്പൊ കുറുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മൾ അത് പൊടിയാണെങ്കിലാണ് കുറുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അരിപ്പൊടി വേണം അല്ലേ. അപ്പൊ ഇപ്പൊ നമുക്ക് അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചോറാണ് അരച്ച് ചേർക്കാൻ പോകുന്നത്. അപ്പൊ 1 കപ്പ് ചോറും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അരയ്ക്കാൻ പോവാണ്. അത് നമ്മൾ മിക്സിക്കകത്തേക്ക് ഇട്ടു. ബാക്കി തേങ്ങ കൂടെ നമുക്ക് ഇതിന്റെ കൂടെയാണ് വിടുന്നതിന് ഇട്ടേക്കാം അല്ലെ. ഇനി വെളുത്തുള്ളി ഉള്ളിയൊന്നും നമുക്കിപ്പോ ഇനി ഇല്ല, അതൊക്കെ നമ്മൾ ഇട്ട് തീർത്തു കേട്ടോ. ഇനി ഇതെല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ടേസ്റ്റ് ഒരുപോലെ ആയിക്കോളൂ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ബാക്കി വന്ന തേങ്ങയും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇനി അരച്ചെടുക്കാം അല്ലേ. അരക്കണം. ഇതിന് നമ്മൾ വെള്ളമാണ് ഇനി ചേർത്ത് കൊടുക്കാൻ പോണം അല്ലേ. അമ്മയ്ക്ക് ഒട്ടും വയ്യാട്ടോ, അമ്മയ്ക്ക് സംസാരിക്കാനേ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അമ്മയ്ക്ക് ചുമ ഭയങ്കര പ്രോബ്ലമാണ്. ചോറും തേങ്ങയും കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറുക്കിന് പകരമാണ്. നിങ്ങൾക്ക് കുറുക്ക് കപ്പി കാച്ചുക എന്നൊക്കെ പറയൂലേ, അതൊക്കെ ഒഴിക്കുവാണെങ്കിൽ അത് നല്ലതാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കാവുന്ന അപ്പൊ എല്ലാത്തിനും ഒരു ടേസ്റ്റ് ഒക്കെ നമ്മുടെ ചോറൊക്കെ അരച്ച് ചേർത്തൊക്കെ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിലല്ലേ ഒന്നിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കള്ളിന്റെ രുചി ഉണ്ടോ നോക്കട്ടെ. ഉണ്ടോ? ഉണ്ട് അല്ലേ. 1 ഗ്ലാസ് കള്ള് ചേർത്താൽ മതി കേട്ടോ. ഇത്ര അരിക്ക് എത്ര അരിയാണ് ഇത്? 2.5 ഗ്ലാസ് അരി. 2.5 ഗ്ലാസ് അരി, 1 കപ്പ് ചോറും, 1 ഗ്ലാസ് കള്ളും, പിന്നെ ബാക്കി വെള്ളം, ഒരു ചെറിയ തേങ്ങയും, പിന്നെ കുറച്ച് ജീരകം, 2 അല്ലി വെളുത്തുള്ളിയും, ഒരു 4 അല്ലി ചുവന്നുള്ളിയും. ഇത്രയാണ് നമ്മൾ അരച്ചു ചേർത്തത്. അപ്പൊ നമ്മുടെ അരപ്പ് പരിപാടികൾ കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിവിടെ അടച്ചു വെച്ചേക്കും. നാളെ രാവിലെ നല്ല പൂ പോലത്തെ സോഫ്റ്റ് അപ്പം നമുക്ക് അത് തീർന്നില്ല. അപ്പം സൂപ്പർ ആവണമെങ്കിൽ ഇനി നേരം വെളുത്ത് കഴിഞ്ഞതിന്റെ അകത്ത് വേറെ കുറച്ച് സാധനം കൂടെ ചേർക്കും. ഇത് രാവിലെ ആയപ്പോഴത്തേക്ക് എന്ത് നിങ്ങൾ കണ്ടില്ല, ആ ഒരു പാട് കണ്ടു, അത്രയും പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ
അത് നമ്മളിത് കലക്കിയെടുത്തതാണ്. അപ്പൊ അത് പൊങ്ങിയത് എന്താ വെച്ചാൽ കാണിക്കാനായിട്ട്. അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഇന്ന് രാവിലെ ഭയങ്കര പ്രശ്നങ്ങളാണ് അമ്മയ്ക്ക് അല്ലേ അമ്മേ? അമ്മയ്ക്ക് കുറച്ച് അസുഖം, എന്താണ് കഫക്കെട്ട് അല്ലേ? കഫക്കെട്ട് ചുമയും ഭയങ്കര കൂടുതലായിട്ട് ഒട്ടും വയ്യായിരുന്നു. അപ്പൊ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൽ എന്തൊക്കെയാണ് ഇടാൻ പോകുന്നതെന്നാണ്. പഞ്ചസാര. അതുപോലും പറയാൻ വയ്യ അമ്മയ്ക്ക് അല്ലേ? അപ്പൊ കുറച്ച് പഞ്ചസാര ഇട്ടു. ഓക്കെ, 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് അല്ലേ അമ്മേ? മധുരം വേണം. അപ്പൊ പഞ്ചസാര ഇട്ട്, പിന്നെ ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി ചേർക്കാൻ പോകുന്നത് എന്താണ്? ഉപ്പ് അല്ലേ? അതായത് ആളുകളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് അല്ലേ? അവനവൻ എന്തോരം ഉപ്പാണോ അപ്പത്തിന് വേണ്ട അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക, ഇളക്കുക. ഇനി എന്താ ചേർക്കാനുള്ള? ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ ഈ മാവ് കോരി ഒഴിച്ച് നമ്മൾ അപ്പം അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് നല്ല അടിപൊളി സോഫ്റ്റ് കള്ളപ്പം അങ്ങനെ റെഡിയാകും അല്ലേ? അപ്പക്കല്ല് വെച്ചിട്ടുണ്ട്, നമുക്ക് നേരെ ഒഴിക്കാം മാവ് അല്ലേ? അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് കള്ളപ്പം അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. കള്ളപ്പത്തിന് നമ്മൾ ഇന്ന് കറി ആയിട്ട് ഉണ്ടാക്കുന്ന കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഇത് വയ്യാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ വീണ്ടും വയ്യാണ്ടായി. അപ്പൊ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അത് കാരണം നമ്മളുടെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ജസ്റ്റ് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇത് ഒരു എളുപ്പം ഉണ്ടാക്കുന്ന കള്ളപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇത് നമ്മളുടെ കിഴങ്ങ് കറിയും കൂടെ ഇവിടെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനെയാണ് വിസിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനാണ് കുക്കിംഗ് മൊത്തത്തിൽ ചെയ്യുന്നത്. കുറച്ച് സ്പീഡിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും കള്ളപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ബെസ്റ്റ്. അത് നമ്മൾ വേറൊരു ദിവസം നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പൊ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയാണ് ഇങ്ങനെ നമ്മൾ അരി വെള്ളത്തിലിട്ട് അരച്ചുണ്ടാക്കുന്ന രീതി. അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കള്ള് വേണ്ടാത്ത ആൾക്കാർ ഈസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയാലും ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഞങ്ങളിത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.